അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് അലീന കയറി പോവാണേ. ആ റൂമിൻ്റെ അടുത്തെത്തുമ്പോൾ ബാലചന്ദ്രൻ ആ ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. സാർ എന്ന് വിളിക്കുമ്പോൾ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. നീ പോവാണോ? നീ എന്നെ കാത്തിരിക്കായിരുന്നോ പോകുന്നത് പറയാൻ വേണ്ടിയിട്ട്? അതെ, ഞാൻ വിചാരിച്ചത് നീ എന്നോടൊരു കള്ളവും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു. പക്ഷെ കള്ളം പറഞ്ഞു എന്ന് പറയുമ്പോഴും അലീന പറയും, അതെ, പക്ഷേ അത് എനിക്ക് വേണ്ടിയല്ലായിരുന്നു. നീ നിന്റെ സ്വന്തം വീട് പോലെയായിരുന്നു ഈ വീടിനെ കരുതിയത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന ആകെ ഞെട്ടിപ്പോകുന്നുണ്ടേ. പറയണ അലീന, അങ്ങനെയാണോ കണ്ടത്? അതെ, എന്റെ മക്കളെ നീ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ കണ്ടു. സ്വന്തം കൂടപ്പിറപ്പ് എന്ന് പറഞ്ഞാൽ ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചവർ എന്നാണ് അർത്ഥം എന്ന് പറയുമ്പോഴും നമ്മുടെ അലീന ആകെ ഒരു പ്രാളപ്പെടലാണ് കേട്ടോ. അതെ, വൈജയെ നീ സ്വന്തം അമ്മയെ പോലെ കണ്ടു അല്ലേ? കണ്ടു. വൈജയുടെ അമ്മയെ നീ സ്വന്തം മുത്തശ്ശിയെ പോലെ കണ്ടു. അതെ. നീ എന്നെ എങ്ങനെയാ കാണുന്നത്? അന്യനായിട്ടാണോ? അല്ല സർ, ഒരിക്കലും അല്ല. പിന്നെ ആരായിട്ടാ നിനക്ക് എന്നെ കാണാൻ പറ്റുന്നത്? എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് സാറ്. അതെന്നോട് നീ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ നിന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഇപ്പോൾ ഉള്ളം തകർന്ന് നിൽക്കുന്നത് ആരാ? എൻ്റെ മക്കളാണോ, മുത്തശ്ശിയാണോ, വൈജയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പറയും, അല്ല, ഞാനാണല്ലേ. അതെ. അപ്പോൾ നീ എന്നെയല്ലേ കെയർ ചെയ്യേണ്ടത്? നീ ചെയ്യുന്നത് എന്താ? എന്നെ ഇവിടെ ഇട്ടേച്ച് പോകാൻ വേണ്ടി നോക്കുവല്ലേ എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ അലീന ഒരേ കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നീ പോവരുത്. ഞാൻ വീണ് കിടക്കുകയാണ്. നീയാണ് എന്നെ കൈ പിടിച്ചുയർത്തേണ്ടത്. നീയാണ് ഇനി മുതൽ എൻ്റെ ഊന്നുവടി. സ്നേഹമുള്ള ഒരു മകൾ ഒരച്ഛനെയും വിട്ട് എങ്ങും പോവത്തില്ല. നീ പോവത്തില്ല അലീന. എനിക്ക് നിന്റെ സഹായം ആവശ്യമാണെന്ന് പറയാണ്. അപ്പോഴും അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡത്തിന് അത് ഇഷ്ടമായില്ലെങ്കിൽ അത് മേഡല്ല, കേടാണ്. നീ അവളെ അനുസരിച്ച് ഇവിടെ കുടുംബസമാധാനം സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നീ പൊയ്ക്കോ. പക്ഷെ ഞാൻ ഈ വീട്ടിൽ കാണില്ല. അതല്ല, നിനക്ക് പോയേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുവിടാം എവിടെയാണെങ്കിലും. പക്ഷെ ഒരു കാര്യം, ഞാൻ തിരിച്ച് ഈ വീട്ടിൽ കാല് കുത്തത്തില്ല. നീ എന്ന് ഈ വീട്ടിൽ കയറുന്നോ അന്നേ ഞാനും വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ അലീന ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അലീന, നീ ഇവിടെ ഉണ്ടായേ പറ്റത്തുള്ളൂ. എന്നെ കെയർ ചെയ്യണ്ടേ, അതുപോലെ വൈജയുടെ അമ്മയെ കെയർ ചെയ്യണ്ടേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിന്നെ ഇപ്പോൾ ആവശ്യമാണ്. ഇതാണ് ആ സമയം എന്നും പറഞ്ഞിട്ട് നിന്റെ വീട്ടുവേലക്കാരിയുടെ ആ ജോലി അങ്ങ് എടുത്തു കളഞ്ഞേക്ക്. ഞങ്ങളെ മാത്രം ശ്രദ്ധിക്കുക. ഇനി മുതൽ നിന്നോട് ആര് ചോദിച്ചാലും നീ എന്താ പറയേണ്ടത്? ബാലചന്ദ്രൻ്റെ മകളാണെന്ന് പറയണം എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.